ഹരി ഓം. ഭഗവത് പ്രീതിക്കായി കണ്ണൻ്റെ ഈ വനഭോജന രൂപം നമുക്ക് ധ്യാനിക്കാം. ബിഭ്രദ്വേണും ജഠരപടയോ ശൃംഗവേത്രീചകക്ഷേ വാമേ പാണൗ മസൃണകബളം തദ്വലാന്യങ്കുലേഷു തിഷ്ടന്മധ്യേ സ്വപരി സുഹൃദോ ഹാസയന്നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളി. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 52 വത്സാപഹരണവും ബ്രഹ്മഗർവ ശമനവും. വൃത്തം വസന്തതിലകം. ശ്ലോകം 1. അന്യാവതാരനികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ തദാഘമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാസ പരോക്ഷഭാവം നിന്യേതവത്സഗണാൻ പ്രവിദത്യമായാം. ഒരിക്കൽ കൂടി. അന്യാവതാരനികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ തദാഘമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാസ പരോക്ഷഭാവം നിന്യേതവത്സഗണാൻ പ്രവിദത്യമായാം. അന്യാവതാര ഭഗവാന്റെ മറ്റു അവതാരങ്ങളുടെ നിഖരേഷു സമൂഹത്തിൽ കൂട്ടത്തിൽ ആ നിരീക്ഷിതം നിരീക്ഷിക്കാൻ കഴിയാത്ത കണ്ടെത്താൻ കഴിയാത്ത തേ അങ്ങയുടെ ഭഗവാന്റെ ഭൂമ അതിരേഖം ഐശ്വര്യത്തിന്റെ ആധിക്യം അഭിവീക്ഷ്യ ദർശിച്ചിട്ട് തഥാ അകമോക്ഷേ അപ്പോൾ ആ അഘാസുരന്റെ മോക്ഷപ്രാപ്തിയാൽ ബ്രഹ്മാ പരീക്ഷിതുമനാഹ ബ്രഹ്മാവ് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാനുള്ള തൽപരമനസ്കനായിട്ട് സ പരോക്ഷഭാവം നിന്യേ പരോ അക്ഷഭാവം അപരന്മാർക്ക് അക്ഷീഭവിക്കാത്തതായ ഭാവത്തിലേക്ക് നയിച്ചു എന്നുവെച്ചാൽ അപ്രത്യക്ഷരാക്കി മറയ്ക്കപ്പെട്ടു. അഥ വത്സഗണാൻ ആ കന്നുകുട്ടികളുടെ കൂട്ടത്തെ പ്രവിദത്യ മായാം മായയെ വിസ്തരിച്ചിട്ട് മായാ പ്രഭാവത്താൽ. ഇനി ശ്ലോകാർത്ഥം. അനന്തരം ആ ബ്രഹ്മാവ് പാപിയായിരുന്ന അഘാസുരന് മോക്ഷം കൊടുക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ മറ്റു അവതാരങ്ങളിലൊന്നും ഇല്ലാതിരുന്ന ഐശ്വര്യാധിക്യം ദർശിച്ച് ശ്രീകൃഷ്ണനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി മായാപ്രഭാവത്താൽ പശുക്കിടാങ്ങളുടെ പറ്റത്തെ ബ്രഹ്മാവ് അപ്രത്യക്ഷരാക്കി കാണാതെയാക്കി. ശ്ലോകം 2. വത്സാനവീക്ഷ വിവശേ പശുപോത്കരേ താൻ ആനീതു കാമ ഇവ ധാതൃമദാനുവർത്തി ത്വം സാമി ഭുക്ത കബളോ ഗതവാൻ തദാനീം ഭുക്താൻ തിരോധിത സരോജ ഭവകുമാരാൻ. ഒരിക്കൽ കൂടി. വത്സാനവീക്ഷ വിവശേ പശുപോത്കരേ താൻ ആനീതു കാമ ഇവ ധാതൃമദാനുവർത്തി ത്വം സാമി ഭുക്ത കബളോ ഗതവാൻ തദാനീം ഭുക്താൻ തിരോധിത സരോജ ഭവകുമാരാൻ. വത്സാൻ വത്സങ്ങളെ കന്നുകുട്ടികളെ അവീക്ഷ്യ കാണാനാകാതെ വിവശേ പരവശരാകവേ ദുഃഖിതരാകവേ പശുപോത്കരേ പശുഭന്മാരുടെ ഉൽക്കരം പശുപ കൂട്ടം താൻ അവയെ ആ വത്സഗണത്തെ ആനേതു കാമ ഇവ തിരികെ തെളിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടെന്ന പോലെ ദാതൃമദാനുവർത്തി ദാതാവിന്റെ അതായത് ബ്രഹ്മാവിന്റെ താൽപര്യാനുവർത്തിയായി
ത്വം അങ്ങ് സാമി ഭുക്ത കബളോ സാമി ഭുക്ത പകുതി ഭക്ഷിച്ച കബളോ ചോറുരുളയോടെ. ദശകം 47 ശ്ലോകം 3 ശ്രദ്ധിക്കുക. സാമി പീത പാതി കുടിച്ച. ഗതവാൻ തദാനീം അപ്പോൾ പോയി, ഗതവാനായി. ഭുക്താൻ ഭുജിക്കുന്നവരായ, ഭക്ഷണം കഴിക്കുന്നവരായ. തിരോധിത തിരോധാനം ചെയ്തു, മറച്ചു. സരോജഭവ സരോജത്തിൽ നിന്ന് ഭവിച്ചവൻ, അതായത് ബ്രഹ്മാവ്. കുമാരാൻ ഗോപകുമാരന്മാരെയും. ശ്ലോകാർത്ഥം: ഗോപസമൂഹം കന്നുകുട്ടികളെ കാണാഞ്ഞ് ദുഃഖിതരായപ്പോൾ പകുതി മാത്രം ഭക്ഷിച്ച ചോറുരുളയുമായി ഉണ്ണിക്കണ്ണൻ ബ്രഹ്മാവിന്റെ താല്പര്യത്തെ അനുസരിക്കുന്നവനായി പശുക്കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാനെന്ന ഭാവത്തിൽ ആ വനഭോജന പന്തിയിൽ നിന്ന് പോയപ്പോൾ ആ ബ്രഹ്മാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പശുപ ബാലന്മാരെയും മറച്ചു കളഞ്ഞു. വനഭോജന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചുറ്റും ഗോപകുമാരന്മാർ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചിരിച്ചു രസിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഏതു ഭാഗത്തും കൈകളും കാലുകളും കണ്ണുകളും മുഖങ്ങളും ഉള്ളവനാണ് ഭഗവാൻ. അതിനാൽ ഓരോ ഗോപന്മാർക്കും ശ്രീകൃഷ്ണൻ അവനെ തന്നെ നോക്കിയിരിക്കുന്നു, ചിരിക്കുന്നു, രസിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ടിരുന്നു ആ വനഭോജന സമയത്ത്. ഈ വനഭോജന സമയത്തിലുള്ള ഭഗവാന്റെ ഈ ദിവ്യവിശേഷ രൂപത്തെ ഭക്തന്മാർ എപ്പോഴും ധ്യാനിക്കേണ്ടതാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ പറയുന്നു. ഭാഗവതം ദശമസ്കന്ധം 13-ാം അധ്യായം 11-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ബിബ്ബദ്വേണും ജഡരപടയോ ശംഖവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകബളം തത്ഫലാന്യങ്കുലീഷു തിഷ്ടൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞബുക് ബാലകേളി. ആശ്ചര്യത്തോടെ സ്വർഗവാസികൾ നോക്കി നിൽക്കെ യാഗഭോക്താവായ ഭഗവാൻ ശ്രീഹരി ബാലകീടാതൽപരനായി കുട്ടികൾ കൊടുക്കുന്നത് സ്വീകരിച്ചും പങ്കുവെച്ചും ഭക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ വനഭോജന പാരായണ സമയം ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമയോഗവും പാരായണം ചെയ്തു വരുന്നു. ഭഗവത്ഗീത 15-ാം അധ്യായം 14-ാം ശ്ലോകം ശ്രദ്ധിക്കുക. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണ അപാന സംയുക്ത പചാമി അന്നം ചതുർവിധം. ഞാൻ തന്നെ ജഠരാഗ്നി, ചതുർവിധമായ ഭക്ഷ്യത്തെ കടിച്ചു തിന്നുന്നവ, ചവച്ചു രസത്തോടെ മാത്രം ഇറക്കുന്നവ, നക്കിക്കഴിക്കുന്നവ, കുടിക്കേണ്ടവ, ഇവയെ ഞാൻ തന്നെ ദഹിപ്പിക്കുന്നു. അതായത് അന്നം ഭഗവാൻ തന്നെയാകുന്നു. ശ്ലോകം 3. വത്സായിതസ്തദനുഗോപഗണായിതസ്ത്വം ശിക്യാദിഭാണ്ഡമുരളീഗബലാദിരൂപക പ്രാഗ്വദ്വികൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാഥ ബഹുധാ വ്രജമായയാഥ. ഒരിക്കൽ കൂടി. വത്സായിതസ്തദനുഗോപഗണായിതസ്ത്വം ശിക്യാദിഭാണ്ഡമുരളീഗബലാദിരൂപക പ്രാഗ്വദ്വികൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാഥ ബഹുധാ വ്രജമായയാഥ. വത്സായിത തതനു അനന്തരം അങ്ങ് പശുക്കുട്ടികളെ പോലെ ആയും ഗോപ ഗണായിത സ്ത്വം ഗോപ സമൂഹമായി തീർന്നും ശിക്യാദി ഭാണ്ഡ ഉറികൾ, പാത്രങ്ങൾ, മുരളി ഗവലാദിരൂപ ഓടക്കുഴൽ, കൊമ്പ് എന്നിവയുടെ രൂപം പൂണ്ടും പ്രാഗ്വത് പ്രാഗ് പ്ലസ് വത് മുമ്പിലത്തെ പോലെ വിഹൃത്യ വിഹരിച്ചിട്ട് വിപിനേഷു ചിരായ വിപിനത്തിൽ ചിരകാലം സായം ത്വം അങ്ങ് സായംകാലത്തിൽ മായയാത ബഹുധ ബഹുതരത്തിലുള്ള മായകളാൽ
വ്രജം ആയയാഥ, ഗോവാടിയിലേക്ക് തിരികെ ചെന്നു. ശ്ലോകാർത്ഥം: അനന്തരം അങ്ങ് കന്നുകുട്ടികളെ പോലെയും ഗോപഗണത്തെ പോലെയും ഉറി, പാത്രം, മുരളി, കൊമ്പ് എന്നിവയെ പോലെയും വിവിധ രൂപം പൂണ്ടവനായി മുമ്പിലത്തെ പോലെ വളരെ സമയം വനത്തിൽ വിഹരിച്ചു. സായംകാലത്ത് മായാപ്രഭാവത്താൽ വിവിധ രൂപം ധരിച്ച അങ്ങ് അമ്പാടിയിലേക്ക് മടങ്ങി വന്നു. ബ്രഹ്മാവിന്റെ മായാപ്രകടനം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ, ജഗൽപതി തന്നെയായ ശ്രീഹരി, തന്റെ മായാപ്രഭാവത്താൽ കാണാതായ വത്സങ്ങളുടെയും ഗോപക്കിടാങ്ങളുടെയും അവരുടെ വിശേഷാലങ്കാരങ്ങളുടെയും അതേ ഭാവത്തിൽ സ്വരൂപമെടുത്ത് അമ്പാടിയിലേക്ക് സായംകാലത്ത് വേണുഗാനം പൊഴിച്ച് വാദ്യമേളങ്ങളോടൊത്ത് എത്തിച്ചേരുകയാണ്. ശ്ലോകം 4. ത്വാമേവ ശിക്യഗവലാദിമയം ദധാനോ ഭൂയസ്ത്വമേവ പശുവത്സഗബാലരൂപക ഗോരൂപിണീഭിരഭിഗോപവധൂമയീഭിർ ആസാദിതോസി ജനനീഭിരതിപ്രകർഷാത്. ഒരിക്കൽ കൂടി. ത്വാമേവ ശിക്യഗവലാദിമയം ദധാനോ ഭൂയസ്ത്വമേവ പശുവത്സഗബാലരൂപക ഗോരൂപിണീഭിരഭിഗോപവധൂമയീഭിർ ആസാദിതോസി ജനനീഭിരതിപ്രകർഷാത്. ത്വാം ഏവ, അങ്ങു തന്നെ, ശിക്യ ഗവലാദിമയം, ഉറി, കൊമ്പ് ഇവയുടെ രൂപം, ദധാനോ ധരിച്ച്, ഭൂയസ്ത്വം ഏവ അങ്ങു തന്നെ ആയിട്ട്, പശു വത്സക ബാലരൂപ പശുക്കുട്ടികളുടെയും ബാലന്മാരുടെയും രൂപമായിട്ട്, ഗോരൂപിണീഭിർ പശുക്കളും, അഭിഗോവധൂമയീഭിർ ഗോപവധൂമയിമാരും ആയ, ആസാദിതോ അസി അങ്ങ് പ്രാപിക്കപ്പെട്ടവനായി തീർന്നു, ജനനീഭിർ അതിപ്രഹർഷാത് ആ അമ്മമാരാൽ അതീവ സന്തോഷത്തോടെ, ആനന്ദാതിരേകത്താൽ. പിന്നെ പശുക്കുട്ടികളുടെയും ഗോപബാലന്മാരുടെയും രൂപം ധരിച്ച ഉണ്ണിക്കണ്ണൻ, ഉറിയുടെയും കൊമ്പിന്റെയും മറ്റും രൂപമുള്ള ഭഗവാനെ തന്നെ സ്വയം ധരിച്ച് ആ ഗോപവാടിയിൽ ഗോക്കളും ഗോപസ്ത്രീകളുമായ രണ്ടുതരം അമ്മമാരാൽ അത്യധികം ആനന്ദത്തോടെ എതിരേറ്റ് സ്വീകരിക്കപ്പെട്ടു. സായംകാലത്ത് പശുക്കിടാങ്ങളോടൊത്ത് അമ്പാടിയിൽ തിരിച്ചെത്തുന്ന ഗോപബാലന്മാർ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് അറിയാതെ തന്നെ അവരെ പരിചരിച്ചും ഊട്ടിയും മടിയിലിരുത്തി ലാളിച്ചും മറ്റു പരിചരണങ്ങൾ ചെയ്തും ആ അമ്മമാർ ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചു. ആ ഗോപികളുടെ ഭാഗ്യം അതിശയം തന്നെ. അതുപോലെ തന്നെ ആ പശുമാതാക്കളും തങ്ങളുടെ കിടാവിനു പകരം ഭഗവാനെ തന്നെ പാൽ ചുരത്തിയൂട്ടി നിർവൃതിയടഞ്ഞു. ആ മാതാക്കൾ അതീവ ഭാഗ്യവതികളായി തീർന്നു. ശ്ലോകം 5. ജീവം കി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വകന്ധ്യക ആത്മാനമേവതു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന കിയതീം വനിതാശ്ച ഗാവാ. ഒരിക്കൽ കൂടി. ജീവം കി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വകന്ധ്യക ആത്മാനമേവതു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന കിയതീം വനിതാശ്ച ഗാവാ. ജീവം ഹി കഞ്ചിത്, ഏതോ ഒരു ജീവനെ, അഭിമാനവശാത് അഭിമാനം കൊണ്ടു മാത്രം, സ്വകീയം തന്റേതെന്ന്, മത്വ കരുതിയിട്ട്, തനുജ ഇതി മകനാണെന്ന്, രാഗഭരം വഹന്ത്യ കനത്ത
പ്രേമം വഹിച്ചുകൊണ്ടിരിക്കയായിരുന്നു. ആത്മാനം ഏവതു ഭവന്തം, പരമാത്മാവ് തന്നെയായ അങ്ങയെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ അവാഭ്യ സൂനും പുത്രരായി പ്രാപിച്ചിട്ടാകട്ടെ, പ്രീതിം യയുർനഖിയതിം, എത്രമാത്രം പ്രീതിയെ പ്രാപിച്ചില്ല. വനിത ചഗാവഹ, ആ ഗോപസ്ത്രീകളും പശുക്കളും. ശ്ലോകാർത്ഥം: ഏതോ ഒരു ജീവനെ അഭിമാനം കൊണ്ടു മാത്രം തന്റെ മകനാണെന്ന് കരുതി കനത്ത പ്രേമഭാരം വഹിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഗോപസ്ത്രീകളും ഗോക്കളും. പിന്നെ പരമാത്മാവ് തന്നെയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പുത്രനായി ലഭിച്ചപ്പോഴാകട്ടെ അവർ എത്രമാത്രം സന്തോഷം അനുഭവിച്ചില്ല. ആത്മാവിനെ സംബന്ധിച്ചവരാണ് സന്താനങ്ങൾ എന്ന വിചാരം കൊണ്ടാണത്രേ നമ്മുടെ പുത്രീപുത്രന്മാരിൽ നമുക്ക് ഇത്ര പ്രേമമുണ്ടാകുന്നത്. എന്നാൽ അത് സാക്ഷാൽ പരമാത്മാവ് തന്നെ എന്ന് വന്നാലോ, ആ പുത്രവാത്സല്യത്തിൽ പ്രേമാതിശയം തന്നെ ഉണ്ടാകും. ശ്ലോകം 6. ഏവം പ്രദക്ഷിണ വിജൃംഭിത ഹർഷഭാര നിശേഷഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോപി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരഭിമകാൻ യുവയോർവിശേഷഃ. ഒരിക്കൽ കൂടി. ഏവം പ്രദക്ഷിണ വിജൃംഭിത ഹർഷഭാര നിശേഷഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോപി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരഭിമകാൻ യുവയോർവിശേഷഃ. ഏവം, ഇപ്രകാരം, പ്രദക്ഷിണ, ക്ഷണം തോറും, വിജൃംഭിത, വളരെ ജൃംഭിതമായി വർദ്ധിച്ചു വരുന്ന, ഹർഷഭാര, പരമാനന്ദാതിരേകത്താൽ, നിശേഷ ഗോപഗണ, എല്ലാ ഗോപകന്മാരാലും ഗോപ സമൂഹങ്ങളെല്ലാം, ലാളിത ഭൂരിമൂർത്തിം, പരിലാളിക്കപ്പെടുന്ന അനേക മൂർത്തിരൂപിയായ, അനേക ശരീരരൂപിയായ, ത്വാം, അങ്ങയുടെ, അഗ്രജോ അഭി, ജ്യേഷ്ഠനായ ബലരാമൻ പോലും, ബുബുധേ കില വത്സരാന്തേ, ഒരു വർഷം കഴിഞ്ഞിട്ടേ അറിഞ്ഞുള്ളൂ പോലും, ബ്രഹ്മാത്മനോർ അഭി, ബ്രഹ്മാത്മാവാണെങ്കിലും, മഹാൻ യുവയോർ വിശേഷഃ, ഇരുവർക്കും തമ്മിൽ അതീവ അന്തരം ഉണ്ട്. ശ്ലോകാർത്ഥം: ഇപ്രകാരം ക്ഷണം തോറും വർദ്ധിച്ചു വരുന്ന പരമാനന്ദാതിരേകത്തോടെ എല്ലാ ഗോപികാമാരാലും ഓമനിച്ചു ലാളിക്കപ്പെട്ട അനേക ശരീരമൂർത്തിയായ ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയുടെ ജ്യേഷ്ഠൻ ബലരാമൻ പോലും ഇത് ഒരാണ്ട് കഴിഞ്ഞേ അറിഞ്ഞുള്ളൂ അത്രേ. ബ്രഹ്മാത്മാക്കളാണെങ്കിലും ഉണ്ണിക്കണ്ണനും ബലരാമനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണൻ പരമാത്മസ്വരൂപത്തിന്റെ പൂർണ്ണരൂപം, ബലരാമനോ ദേവതാംശാവതാരവും. ബലരാമൻ സകല സ്വരൂപനും, ശ്രീകൃഷ്ണൻ നിഷ്കള സ്വരൂപനും. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവ് തന്നെ. പശുക്കിടാങ്ങളിലും ഗോപബാലന്മാരിലും ഏവർക്കും വർദ്ധിച്ചു വരുന്ന പ്രേമത്തിന്റെ യുക്തിയെ കുറിച്ചായി ബലരാമന്റെ ചിന്ത. ഇതെന്തോ മായ തന്നെയെന്ന് ശങ്കിക്കുകയും ചെയ്തു. പിന്നെ അന്ധക്കരണത്തിന്റെ ചാഞ്ചല്യം നിലച്ചപ്പോൾ ബലരാമന് ഗോപന്മാരും പശുക്കുട്ടികളും ശ്രീകൃഷ്ണൻ തന്നെയെന്ന് ജ്ഞാനമയമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. പിന്നെ കൃഷ്ണൻ തന്നെ ബലരാമനെ വിശേഷ വൃത്താന്തങ്ങൾ അറിയിക്കുന്നു. പശുക്കിടാങ്ങളെയും ഗോപന്മാരെയും ബ്രഹ്മാവ് അപ്രത്യക്ഷരാക്കിയിട്ട് ഇവിടെ, അതായത് ഭൂമിയിൽ 1 സംവത്സരമായി എങ്കിലും ബ്രഹ്മലോകത്ത് ഒരു ത്രുടി സമയം മാത്രമേ
ഈ വൃത്താന്തത്തിൽ കഴിഞ്ഞിരുന്നുള്ളൂ. ബ്രഹ്മാവ് നോക്കുമ്പോൾ താൻ മായയാൽ മറച്ച ഗോപന്മാരും പശുക്കുട്ടികളും അതേപടി ശ്രീകൃഷ്ണനോടൊത്ത് വിഹരിക്കുന്നു. ബ്രഹ്മദേവൻ വിസ്മയ പരിഭ്രാന്തനായി. ആ സമയം ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിന് സ്വരൂപം ഘനശ്യാമ നിറമാർന്നും മഞ്ഞപ്പട്ടാട ചാർത്തിയും ദൃശ്യമാക്കി കൊടുത്തു. ബ്രഹ്മാവ് ഭൂമിയിലിറങ്ങി വന്ന് ആ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്ലോകം 7. വർഷാവധൗ നവപുരാതനവത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശപ്രതിനവാൻ മകുടംഗദാദി ഭൂഷാൻ ചതുർഭുജയുജഃ സജലാംബുദാഭാൻ. ഒരിക്കൽ കൂടി. വർഷാവധൗ നവപുരാതനവത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശപ്രതിനവാൻ മകുടംഗദാദി ഭൂഷാൻ ചതുർഭുജയുജഃ സജലാംബുദാഭാൻ. വർഷാവധൗ വർഷത്തിന്റെ അവസാനത്തിൽ, നവപുരാതന വത്സപാലാൻ പുതിയതും പഴയതുമായ പശുക്കുട്ടികളെയും ഗോപ ബാലകരെയും ദൃഷ്ട്വാ കണ്ടിട്ട്, വിവേകമസൃണേ വിവേചനം ചെയ്യാൻ കഴിയാത്തവനായി, ദ്രുഹിണേ വിമൂഢേ പരിഭ്രാന്തനായ ബ്രഹ്മദേവൻ പ്രാദീദൃശ കാണിച്ചു കൊടുത്തു. പ്രതിനവാൻ പുതിയ വത്സങ്ങളെയും ഗോബാലകരെയും, മകുട അംഗദാദി ഭൂഷാൻ കിരീടം അംഗദം ആദി ഭൂഷണങ്ങൾ അണിഞ്ഞവരും ആയി, ചതുർഭുജ യുജ 4 ഭുജങ്ങൾ ഉള്ളവരും ആയി, സ ജലാംബുദ ആഭാൻ ജലത്തോടു ചേർന്ന മുകിലിന്റെ ആഭയാർന്നവരായി, കാർമുകിൽ ശോഭ ആർന്ന് പരിലസിക്കുന്നവരായി. ഇനി ശ്ലോകാർത്ഥം. വർഷാവസാനത്തോടെ പഴയതും പുതിയതുമായ വത്സങ്ങളെയും വത്സ പാലകരെയും കണ്ട് വല്ലാതെ മോഹിതനായി, വിവേചന ശക്തിയില്ലാതെ ബ്രഹ്മാവ് അന്താളിച്ചിരിക്കെ അങ്ങ് പുതിയ വത്സങ്ങളെയും വത്സപാലകരെയും കിരീടം അംഗദാദി ഭൂഷണങ്ങളുള്ളവരും ചതുർഭുജങ്ങളുള്ളവരും കാർമേഘത്തിന്റെ ശോഭ എന്നവരും ആയി ആ ദാതാവിന് കാട്ടിക്കൊടുത്തു. ബ്രഹ്മാവിന്റെ ഈ പാരവശ്യത്തിലും ഭഗവാൻ കാരുണ്യപൂരിതനായിരുന്നു. ശ്ലോകം 8. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശസ്സനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവദോ ദദർശ. ഒരിക്കൽ കൂടി. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശസ്സനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവദോ ദദർശ. പ്രത്യേകമേവ വേറെ വേറെ ആയി തന്നെ, കമല പരിലാളിതാംഗാൻ കമല ലക്ഷ്മീദേവിയാൽ പരിലാളിതമായ അംഗങ്ങളോടു കൂടിയവരായി, ഭോഗീന്ദ്ര ഭോഗശയനാൻ അനന്തശയ്യയിൽ ശയിക്കുന്നവരും, നയനാഭിരാമാൻ കണ്ണിന് ആനന്ദം നൽകുന്നവനുമായും, ലീല നിമീലിത ദൃശ ലീലയാൽ നിലീനമായ കൂമ്പിയ നേത്രങ്ങളോടും, സനകാദിയോഗി സനകാദിയോഗികളാൽ വ്യാസേവിതാൻ സേവിക്കപ്പെടുന്നവനുമായി, കമലഭൂർ കമലജൻ ആ ബ്രഹ്മാവ്, ഭവതോ അങ്ങയെ
ദദർശ കണ്ടു, ദർശിച്ചു. ആ ബ്രഹ്മാവ് ലക്ഷ്മി ദേവിയാൽ അംഗപരിലാളനം ചെയ്യപ്പെടുന്നവരും അനന്തശയ്യയിൽ പള്ളിക്കൊള്ളുന്നവരും നയനങ്ങൾക്ക് പരമാനന്ദം നൽകുന്ന സ്വരൂപമുള്ളവരും യോഗനിദ്രാലീലയാൽ പാതിയടഞ്ഞ കണ്ണുകളുള്ളവരും സനകാദി യോഗ്യവര്യന്മാരാൽ സാദരം സേവിക്കപ്പെടുന്നവരുമായ ആ വിഷ്ണു സ്വരൂപങ്ങളെ വേറെ വേറെയായി തന്നെ ദർശിച്ചു. ആ ഭഗവത് വിഭൂതിയിൽ ബ്രഹ്മാവ് വിവശനായി എങ്കിലും ആനന്ദ പുളകിതനായി മാറി. ശ്രീകൃഷ്ണനെതിരെ ബ്രഹ്മാവ് പ്രയോഗിച്ച മായാവൃത്തിയിൽ ഭഗവാൻ കുപിതനായില്ല എന്ന് മാത്രമല്ല, പിന്നെ തന്റെ മായാപ്രഭാവം കൊണ്ട് ബ്രഹ്മാവിനെ അതിശയിപ്പിക്കുകയും ചെയ്തു. തന്റെ ലക്ഷ്മി സമേതനായ വൈകുണ്ഠരൂപം ദർശിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ബ്രഹ്മദേവനാണെങ്കിലോ കൃഷ്ണപാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു. ശ്ലോകം 9. നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമഭിസ്വമവേക്ഷ്യധാതാ മായാനിമഗ്നഹൃദയോ വിമുമോഹയാവദ് ഏകോ ബഭൂവിധ തദാ കബളാർത്ഥപാണി. ഒരിക്കൽ കൂടി. നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമഭിസ്വമവേക്ഷ്യധാതാ മായാനിമഗ്നഹൃദയോ വിമുമോഹയാവദ് ഏകോ ബഭൂവിധ തദാ കബളാർത്ഥപാണി. നാരായണാകൃതിം അസംഖ്യതമാം, അസംഖ്യമായ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷ്ണുരൂപങ്ങളെ നിരീക്ഷ്യ കണ്ടിട്ട് സർവത്ര സേവകം അഭി എല്ലായിടത്തും ഭഗവാന്റെ സേവകരെയും സ്വം അവേക്ഷ്യ ദാതാവ് ബ്രഹ്മാവ് തന്നെയും കൂടി അവിടെ കണ്ടിട്ട് മായ നിമഗ്ന ഹൃദയോ മായയിൽ മുങ്ങിയ മനസ്സുള്ളവനായി വിമോഹ വ്യാമോഹിച്ചു യാവത് എപ്പോൾ ഏകോ ഒരുവനായി പ്രഭൂവിത തഥാ കബളാർദ്ധവാണി അപ്പോൾ പാതി ചോറുള്ള കയ്യിലുള്ളവനായി ഭവിച്ചു. ശ്ലോകാർത്ഥം. ഒരു വിധത്തിലും എണ്ണിയാൽ തീരാത്ത വണ്ണം അനേകം വിഷ്ണുരൂപങ്ങളെയും അവിടെയെല്ലാം വിഷ്ണു സേവകനായി തന്നെ തന്നെയും ദർശിച്ച് ആ ബ്രഹ്മാവ് മായയിലാണ്ട് ബോധരഹിതനായപ്പോൾ അങ്ങ് ശ്രീകൃഷ്ണൻ പാതിച്ചോറുള്ള കയ്യിലേന്തിയ ഒരുവൻ എന്ന നിലയിൽ ഏകനായി ആ വനഭോജന പന്തിയിൽ ഭവിച്ചു. ശ്ലോകം 10. നശ്യന്മദേ തദനു വിശ്വപതിം മുഖസ്ത്വാം നത്വാ ജനൂദവദിധാതരിധാമയാതേ പോദൈ സമം പ്രമുദിതൈ പ്രവിശന്നികേദം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാത്. ഒരിക്കൽ കൂടി. നശ്യന്മദേ തദനു വിശ്വപതിം മുഖസ്ത്വാം നത്വാ ജനൂദവദിധാതരിധാമയാതേ പോദൈ സമം പ്രമുദിതൈ പ്രവിശന്നികേദം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നശ്യൻ മതേ മതം നശിച്ച് അഹങ്കാരമെല്ലാം നശിച്ച് തദനു അതിനുശേഷം വിശ്വപതിം വിശ്വപതിയായ ജഗൽപതിയായ വിഷ്ണു ഭഗവാനെ മുഹു വീണ്ടും വീണ്ടും ത്വാം ഭഗവാനെ നത്വ ച നമിച്ചും
നുദവതി സ്തുതിച്ചും. ദാദരി ബ്രഹ്മാവ് ധാമയാധേ സ്വധാമത്തിലേക്ക് പോയപ്പോൾ, ബ്രഹ്മലോകത്തിലേക്ക് പോയപ്പോൾ, പോതൈ സമം ഗോപ ബാലന്മാരോടൊപ്പം, പ്രമുദിതൈ അതീവ മുദിതനായി സന്തോഷിച്ചവനായി, പ്രവിശൻ നികേതം നികേതങ്ങളെ സ്വഭവനങ്ങളെ പ്രാപിച്ചു. വാതാലയാധിപ ശ്രീ ഗുരുവായൂരപ്പ വിഭോ ഹേ വിഭുവായിരിക്കുന്നവനെ, പരിപാഹി രോഗാത് രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. പിന്നെ അഹങ്കാരമെല്ലാം നശിച്ച് ബ്രഹ്മദേവൻ വിശ്വനാഥനായ അങ്ങയെ വീണ്ടും വീണ്ടും നമിച്ച് സ്തുതിച്ച് സത്യലോകത്തിലേക്ക് പോയപ്പോൾ, പശുക്കുട്ടികളെയെല്ലാം കണ്ടുകിട്ടിയതിൽ സന്തോഷിതരായ ഗോപബാലകന്മാർക്കൊപ്പം സ്വഭവനങ്ങളിൽ എത്തിച്ചേർന്ന ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കണമേ. ഇപ്പോൾ ബ്രഹ്മാവിന്റെ മായാ പരീക്ഷണങ്ങളെയെല്ലാം നിസാരഭാവത്തിൽ അതിജീവിച്ച് ഒരു വർഷക്കാലമാണ് ശ്രീകൃഷ്ണൻ കഴിച്ചു കൂട്ടിയത്. ഇക്കാര്യമെല്ലാം ദേവാംശമായ ശ്രീ ബലരാമൻ പോലും തിരിച്ചറിഞ്ഞത് വർഷാന്ത്യത്തിലാണ്. ഉണ്ണിക്കണ്ണൻ ഗോപാലകരോടൊത്ത് വനഭോജനത്തിൽ ഇരുന്നത് തൻ്റെ 5ാമത്തെ വയസ്സിലാണെങ്കിൽ, ഇപ്പോൾ ആ വനഭോജനം സമാപ്തമാകുന്നതിനിടയിൽ ഒരു വർഷം കഴിഞ്ഞുപോയി. കണ്ണന് വയസ്സ് 6 തികഞ്ഞു. കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ പാഹിമാം പാഹിമാം.